ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഉഷ ബാലകൃഷ്ണൻ. ന്യൂ ഇന്ത്യ അഷുറൻസ് കോതമംഗലം, അതായത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ബ്രാഞ്ച് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഏജന്റാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ന്യൂ ഇന്ത്യ അഷുറൻസിലെ ഏജന്റുമാർക്ക്, അതായത് ജനറൽ ഇൻഷുറൻസ് ഏജന്റുമാർക്ക്, അവർക്ക് പോളിസി ചെയ്യാൻ പലർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ന് ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഒരു പോളിസിയാണ്. കാരണം എല്ലാവരും തന്നെ ചോദിക്കുന്നു, ഫീൽഡിൽ പോകുമ്പോൾ ഇപ്പോൾ അധികം പേരും LIC ഏജന്റുമാർ കൂടിയാണ്. അവരോട് ഫീൽഡിൽ പോകുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ചോദിക്കുന്നു. പക്ഷേ അതിൽ കുറച്ച് പേർക്ക്, നന്നായി ചെയ്യുന്ന കുറേ പേരുണ്ട്, ഇല്ലാന്നല്ല, എങ്കിലും പലർക്കും, എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പലർക്കും ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒരറിവുമില്ല. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അറിയില്ലാത്തത് കൊണ്ടും ജനറൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അതിന് ട്രെയിനിങ് കൂടുതലായിട്ട് കിട്ടാൻ സാഹചര്യം ഇല്ല. കാരണം അവിടെ ഓഫീസേഴ്സ് കുറവാണ്. പിന്നെ ന്യൂ ഇന്ത്യക്കാണെങ്കിൽ ആഴ്ച 2 ദിവസം ക്ലാസ് ഉണ്ട്. കയറാൻ പറഞ്ഞാലും അത് ആ സമയത്ത് കയറുന്നത് പലരും ഇല്ല, അവർക്ക് സാഹചര്യം ഒക്കൂല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു എന്ത് പോളിസിയാണ് ഒരു തെരഞ്ഞെടുത്ത് അവർക്ക് കൊടുക്കാൻ പറ്റേണ്ടത് ഒരു ഫീൽഡിൽ ചെല്ലുമ്പോൾ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, അവർക്ക് അത് എങ്ങനെ വിൽക്കാം എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള വിശദമായ വീഡിയോസ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. പക്ഷെ ഇത് കാണുന്നവർ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി ആ വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഒരു പോളിസി ചോദിച്ചു കഴിയുമ്പോൾ ഏത് കൊടുക്കാൻ പറ്റും, എങ്ങനെ തിരഞ്ഞെടുത്ത് കൊടുക്കാൻ പറ്റും, പ്രീമിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം നിങ്ങൾ എന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഇത് കണ്ടു കഴിയുമ്പോൾ യൂട്യൂബിലും കയറി വീഡിയോ ഒക്കെ കാണുക. നിങ്ങൾക്ക് ജോലി ചെയ്ത് എന്നെ പോലെ അല്ല, മറ്റ് ജോലി ചെയ്ത് ഈ ഫീൽഡിൽ നിന്ന് നല്ല വരുമാനം മേടിക്കുന്നവരെ പോലെ തന്നെ വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം വിശാലമായ ലോകത്ത് ഇഷ്ടംപോലെ ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് മേടിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ അത് കൊടുക്കണമെങ്കിൽ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അറിവില്ലായ്മയാണ് നിങ്ങൾക്കത് സാധിക്കാത്തത്. അപ്പൊ ആ അറിവുണ്ടാക്കി തരാൻ എൻ്റെ എളിയ ഒരു പ്രയത്നമാണിത്. അതിന് എനിക്കും എൻ്റെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുക്കണം, അല്ലെങ്കിൽ അവരെ സഹായിക്കണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.